വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തബാധിതരെ വഞ്ചിച്ച കോൺഗ്രസിനെതിരെ ജനരോക്ഷം ശക്തമായതോടെ കണ്ണിൽ പൊടിയിടാനുള്ള കണക്കുകളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് KPCC. ഇപ്പോൾ കടലാസിൽ തട്ടിക്കൂട്ടിയ കുറച്ച് കണക്കുകളുമായി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് വാർത്താ സമ്മേളനം വിളിച്ചുകൂട്ടിയപ്പോൾ ഒന്നോർത്തില്ല, ഒടുവിൽ ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാതെ മുങ്ങേണ്ടി വരുമെന്ന്. വീടുകൾ പൂർത്തിയായ ശേഷം കണക്കുകൾ അവതരിപ്പിക്കുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവിന്റെ വാദം. എന്നാൽ ദുരന്തബാധിതരുടെ പേരിൽ ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്ത പണം മുക്കിയെന്ന ആരോപണം ശക്തമായതോടെയാണ് ഗത്യന്തമില്ലാതെ KPCC അധ്യക്ഷൻ വാർത്താ സമ്മേളനം വിളിക്കേണ്ടി വന്നത്. എന്നിട്ടോ അതിജീവിതർക്കായി വീട് വെച്ച് നൽകാൻ പണമില്ലെന്ന് KPCC പ്രസിഡന്റിന് പറയേണ്ടി വന്നില്ലേ? പിരിച്ച പണം ആപ്പ് നിർമ്മിക്കാനും ഭൂമി വാങ്ങാനും ചെലവാക്കി പോലും. വീട് നിർമ്മിക്കാൻ ഇനിയും പണം ആവശ്യമുണ്ടെന്നും ഇതിനായി പാർട്ടി ഫണ്ടിൽ നിന്നും തുക കണ്ടെത്തണമെന്നും സണ്ണി ജോസഫ് വാർത്താ സമ്മേളനത്തിൽ പറയുന്നത്. അതിന് വേറെ ഫണ്ട് പിരിവ് നടത്തില്ലെന്നും KPCC AICC തനത് ഫണ്ട് ഉപയോഗിക്കുമെന്നുമാണ് അവകാശവാദം. എന്നാൽ വയനാട്ടിൽ വാങ്ങിയ സ്ഥലത്ത് വീട് നിർമ്മാണം ആരംഭിച്ചുവെന്നാണ് കഴിഞ്ഞ ദിവസം പോലും പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട് കൊട്ടിഘോഷിച്ചത്. അതിനിടെ വീട് നിർമ്മാണത്തിനായി 5,38,00,000 രൂപയാണ് ആകെ ലഭിച്ചതെന്നാണ് KPCC പ്രസിഡന്റ് പറഞ്ഞത്. KPCC പ്രസിഡന്റിന്റെയും പ്രതിപക്ഷ നേതാവിന്റെയും സംയുക്ത അക്കൗണ്ടിലേക്കാണ് പണം ഒഴുകിയെത്തിയത്. ആദ്യഘട്ടത്തിൽ 3,68,00,000 രൂപ മുടക്കി സ്ഥലം വാങ്ങി. രണ്ടാം ഘട്ടത്തിൽ 2,50,00,000 രൂപ മുടക്കി ഏറ്റെടുക്കുന്നതിന് ചെലവായി. ഇതിനുള്ള അധിക തുക 97 ലക്ഷം KPCC അക്കൗണ്ടിൽ നിന്നാണ് കൊടുത്തത്. രജിസ്ട്രേഷന് വേണ്ടി ഇനിയും 73 ലക്ഷം രൂപ ആവശ്യമാണെന്നും സണ്ണി ജോസഫ് മാധ്യമങ്ങളോട് പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് 1,05,00,000 രൂപ പിരിച്ചു നൽകിയിട്ടുണ്ട്. ഫണ്ട് പിരിവിന് വേണ്ടിയുള്ള ആപ്പ് നിർമ്മിക്കുന്നതിന് 9 ലക്ഷമാണ് ചെലവായത് പോലും. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിനായി തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് തട്ടിക്കൂട്ടിയ കണക്ക് അവതരിപ്പിക്കുകയാണെന്ന് ഇതിൽ നിന്ന് വ്യക്തമാകും. KPCCയുടെ വയനാട് ഫണ്ടിന് വേണ്ടിയുള്ള ആപ്പ് പ്രവർത്തനക്ഷമമായിരുന്ന സമയത്ത് ഏറ്റവും ഒടുവിൽ അതിൽ കാണിച്ചിരുന്നത് 54 കോടി രൂപയിലധികം ലഭിച്ചിരുന്നതെന്നാണ്. ആ ആപ്പോ കണക്കുകളോ ഒന്നും ഇനി നോക്കിയാൽ കാണില്ല. യൂത്ത് കോൺഗ്രസിന് സമാഹരിക്കാൻ കഴിഞ്ഞ 1,05,00,000 രൂപ ഉൾപ്പെടെയാണോ KPCCയുടെ 5,38,00,000 എന്നതിലും വ്യക്തതയില്ല. അതിനു പുറമെയാണെങ്കിൽ അക്കൗണ്ടിൽ പണമില്ലെന്ന് പറയുന്നത് തെറ്റാണ്. മാത്രമല്ല, ഒരു പ്രധാന രാഷ്ട്രീയ പാർട്ടിയായ കോൺഗ്രസിന് ആകെ സമാഹരിക്കാൻ കഴിഞ്ഞത് 5,38,00,000 രൂപ മാത്രമാണെന്നതും സംശയാസ്പദമാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തുക കൊടുക്കരുതെന്നും എല്ലാവരും KPCCക്ക് നൽകണമെന്നുമാണ് പാർട്ടി നിർദ്ദേശിച്ചിരുന്നത്. കോൺഗ്രസ് അധ്യാപക സംഘടനയും സർക്കാർ ഉദ്യോഗസ്ഥരുടെ സംഘടനയും വിദേശത്തു നിന്നുള്ള സംഘടനകളുമെല്ലാം പണം പിരിച്ചു നൽകിയിട്ടുമുണ്ട്. ഇതെല്ലാം എവിടെയാണെന്നതിന് ഒരു മറുപടിയും നേതാക്കൾ തരുന്നില്ല. എന്നാൽ അക്കൗണ്ടിൽ പണമില്ലെന്നും അതിനായി ഇനി വേറെ പണം കണ്ടെത്തണമെന്നും പാർട്ടി അധ്യക്ഷൻ പറയുമ്പോൾ ഇതുവരെ പറഞ്ഞതെല്ലാം പൊള്ളയാണെന്ന് വ്യക്തമാകുന്നു. സണ്ണി ജോസഫ് പറഞ്ഞ കണക്കുകൾ ശരിയാണെങ്കിൽ അക്കൗണ്ടിൽ പണമില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് വീണ്ടും വീണ്ടും മാധ്യമങ്ങൾക്ക് മുന്നിൽ നുണ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് വ്യക്തമാകും. സർക്കാർ വീട് നിർമ്മാണം പൂർത്തിയാകുന്നതിനൊപ്പം തന്നെ അല്ലെങ്കിൽ അതിനു മുൻപ് തന്നെ തങ്ങളുടെ വീടുകൾ പൂർത്തിയാകുമെന്നാണ് യൂത്ത് കോൺഗ്രസുകാരും അവകാശപ്പെട്ടിരുന്നത്. ഇതെല്ലാം തെരഞ്ഞെടുപ്പിൽ വോട്ട് തട്ടാൻ നടത്തിയ നാടകങ്ങളായിരുന്നുവെന്നാണ് ഇപ്പോൾ തെളിയുന്നത്. സർക്കാർ സ്ഥലം തരാത്തത് കൊണ്ടാണ് വീട് നിർമ്മാണം വൈകിയതെന്നായിരുന്നു കോൺഗ്രസ് നേതാക്കളുടെ വാദം. സ്ഥലം സൗജന്യമായി കിട്ടിയാൽ പോലും അവർ പ്രഖ്യാപിച്ച വീടുകളിൽ 4/1 പോലും നിർമ്മിക്കാൻ കഴിയുമായിരുന്നില്ലെന്നതും KPCC പുറത്തുവിട്ട കണക്കുകൾ തന്നെ വ്യക്തമാകുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ആപ്പുമില്ല, വീടുമില്ല, പണം പിരിച്ച അക്കൗണ്ടും വാനിഷ് പോവാ.